എപ്പം നോക്കിയാലും പറയുന്ന ഒരു സംഭവമാണ് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടത്. സ്ത്രീകൾ അങ്ങനെ ധരിച്ചത് ശരിയായില്ല, സ്ത്രീകൾ ഇങ്ങനെ ധരിച്ചത് ശരിയായില്ല, അത് മൊത്തം പ്രശ്നമാണ്, എല്ലാം ശരീരഭാഗങ്ങൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശനം നടത്തുന്നവരാണ് കൂടുതലും. പക്ഷേ സ്വന്തം ചെയ്തികൾ മറച്ചു വച്ചിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ വിഷയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുരുഷന്മാർ വളരെ വ്യാപകമായി പല രംഗങ്ങളിലും അക്രമം അഴിച്ചുവിടുന്നുണ്ട്. അതിനെ മറയാക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം മാത്രമാണ് ഇത്. അതിന് കാരണം ചെറിയ കുട്ടികൾ വരെ പല പ്രശ്നങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. അപ്പോൾ ഇതിന് മെയിൻ കാരണം വസ്ത്രധാരണം ഒന്നുമല്ല, സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതിയുടെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു വാലറ്റം മാത്രമാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിലെ മൂല്യച്യുതിയുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണം പോൺ വീഡിയോസ് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് വളരെ ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതുവഴി പലർക്കും മാനസിക വൈകൃതം തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനാൽ ഇത്തരം വീഡിയോകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതേപോലെ ഇപ്പോൾ മയക്കുമരുന്ന് ഹണ്ട് അത് വളരെ നല്ല ഒരു തീരുമാനമാണ്. അത് തുടർന്ന് പോകട്ടെ എന്നാണ് അഭിപ്രായം. അതുപോലെ ഈ അത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആളുകളുടെ മെൻറ്റാലിറ്റിയിലും വ്യത്യാസം വരുന്നതായിട്ട് കാണാം. പല സ്ഥലങ്ങളിലും ഈ മയക്കുമരുന്നിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇപ്പോൾ പോലീസ് ഇടപെട്ട് എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. വളരെ നല്ല കാര്യം. അപ്പോൾ ഈ സ്ത്രീകളുടെ ഈ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ഒരാളുടെ പേരിൽ വിരൽ ചൂണ്ടുമ്പോൾ അതിലെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ മേത്താണ് വന്നു നിൽക്കുന്നതെന്നും കൂടി ചിന്തിക്കുക. ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം പറയണ പോലെ എന്താണ് ആണുങ്ങളുടെ വസ്ത്രധാരണം പറയാത്തത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ വസ്ത്രം കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ കൂടിയത് കൊണ്ടൊന്നും ഒരാളും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ചെയ്യുന്നവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ചളിയുടെ ഭാഗം പുറന്തള്ളുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നിദാനം.